കത്തോലിക്ക മാധ്യമങ്ങളിൽ പ്രവർത്തിക്കുന്നവർ സഭയുടെ സുവിശേഷ ദൗത്യത്തിൽ ഏർപ്പെടുന്നതിൽ നിന്ന് വിട്ടുനിൽക്കരുതെന്ന് ഓർമ്മിപ്പിച്ച ഫ്രാൻസിസ് പാപ്പ. ജർമ്മനിയിലെ കത്തോലിക്ക പ്രസിദ്ധീകരണങ്ങളുടെ സൊസൈറ്റി സ്ഥാപനത്തിന്റെ 75ാം വാർഷികത്തിൽ വത്തിക്കാനിലെത്തിയ പ്രതിനിധികളോട് സംസാരിക്കുകയായിരുന്നു പാപ്പ. മാധ്യമങ്ങളിലെ വ്യാജ വാർത്തകളോ പ്രകോപനപരമായ പ്രസ്താവനകളോ ആണ് സംവാദങ്ങൾ കൊണ്ട് അവസാനിപ്പിക്കേണ്ട സംഘർഷങ്ങൾ പലപ്പോഴും ആളിക്കത്തിക്കുന്നത്. പിരിമുറുക്കങ്ങളും തർക്കങ്ങളും ഉൾപ്പെടുന്ന സാഹചര്യങ്ങളിൽ കത്തോലിക്ക പത്രപ്രവർത്തകർക്ക് മൗലികമായ പങ്ക് വഹിക്കാൻ കഴിയുമെന്നും തെറ്റിദ്ധാരണകൾ പരിഹരിക്കാനും സമൂഹത്തിൽ സമാധാനം സ്ഥാപിക്കാനും മാധ്യമപ്രവർത്തകർക്ക് കടമയുണ്ടെന്നും പാപ്പ ഓർമ്മിപ്പിച്ചു. സീറോ മലബാർ സഭയുടെ പുതിയ മേജർ ആർച്ച് ബിഷപ്പിനെ തെരഞ്ഞെടുക്കാനുള്ള സിനഡ് സമ്മേളനം സഭയുടെ കേന്ദ്ര കാര്യാലയമായ കാക്കനാട് മൗണ്ട് സെന്റ് തോമസിൽ ആരംഭിച്ചു. 13-ന് സമാപിക്കും. പ്രാർത്ഥനാ നിർഭരമായ ഒരുക്കത്തിന് ശേഷം വോട്ടെടുപ്പിലൂടെയായിരിക്കും പുതിയ മേജർ ആർച്ച് ബിഷപ്പിനെ തിരഞ്ഞെടുക്കുക. സഭയെ നയിക്കാൻ ഏറ്റവും അനുയോജ്യനായ വ്യക്തിയെ മേജർ ആർച്ച് ബിഷപ്പായി ലഭിക്കുന്നതിന് വേണ്ടി സിനഡ് സമ്മേളിക്കുന്ന ഈ ദിവസങ്ങളിലും പ്രത്യേക പ്രാർത്ഥന തുടരണമെന്ന് ബിഷപ്പ് സെബാസ്റ്റ്യൻ മാണിപ്പുരയ്ക്കൽ അഭ്യർത്ഥിച്ചു. ഭാരതത്തിലെ ആദ്യ കർമ്മലീത്ത അംഗവും കേരളത്തിലെ പ്രഥമ സന്യാസിനിയുമായ മദർ ഏലീച്ചയുടെ ധന്യപതി പ്രഖ്യാപനത്തിന്റെ കൃതജ്ഞതാ ബലിയർപ്പണം നടന്നു. മദർ അന്ത്യവിശ്രമം കൊള്ളുന്ന വരാപ്പുഴ ഗവൺമെന്റിൽ അർപ്പിച്ച വിശുദ്ധ കുർബാനയിൽ വരാപ്പുഴ അതിരൂപത മെത്രാപ്പൊലീത്ത ആർച്ച് ബിഷപ്പ് ഡോക്ടർ ജോസഫ് കളത്തിപ്പറമ്പിൽ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. 2023 നവംബർ 8-ാം തീയതി വത്തിക്കാനിൽ വെച്ച് മദർ എലീശയെ ധന്യയായി പ്രഖ്യാപിച്ച പാപ്പ ഫ്രാൻസിസിന്റെ ഡിഗ്രി ഇറ്റാലിയൻ ഭാഷയിലുള്ളത് OCD സഭയുടെ പ്രൊവിൻഷ്യൽ ഫാദർ അഗസ്റ്റിൻ മുള്ളൂരും മലയാള പരിഭാഷ വരാപ്പുഴ അതിരൂപത ചാൻസലർ ഫാദർ എബിജിൻ അറക്കലും വായിച്ചു. സഭാ മേലധ്യക്ഷന്മാരും നിരവധി വിശ്വാസികളും ചടങ്ങുകളിൽ പങ്കെടുത്തു. യുദ്ധത്തിനിടയിലും വിശ്വാസാചരണത്തിന് കുറവ് വരുത്താതെ വിശുദ്ധ നാട്. വളരെ ചുരുങ്ങിയ പങ്കാളിത്തമേ ഉണ്ടായിരുന്നുള്ളൂ എങ്കിലും എപ്പിഫനി ദിനത്തിൽ വിശുദ്ധ നാട്ടിലെ ഫ്രാൻസിസ്കൻ സന്യാസിമാർ നടത്തിയ ആഘോഷം ശ്രദ്ധേയമായി. ബസിലിക്ക ഓഫ് നേറ്റിവിറ്റിയുടെ ഭാഗമായ സെന്റ് കാതറിൻ ദേവാലയത്തിലാണ് ചടങ്ങുകൾ നടന്നത്. പ്രാരംഭ പ്രാർത്ഥനകൾക്ക് ശേഷം ഫാദർ ഫ്രാൻസിസ്കോ പാറ്റൻ ഉൾപ്പെടെയുള്ള വൈദികരും മാഗികളും സ്വർണവും കുന്തുരുക്കവും മീറയുമായി നേറ്റിവിറ്റി ഗ്രോട്ടോയിലേക്ക് നീങ്ങി. മുമ്പ് വളരെ ആഘോഷമായി നടത്തിയിരുന്ന ചടങ്ങുകളാണ് ഏതാനും പേരുടെ സാന്നിധ്യത്തിൽ നടത്തിയത്. യുദ്ധം തുടരുന്നതിനാൽ ആഘോഷമായ ക്രിസ്മസ് പരിപാടികൾ നടത്തേണ്ടതില്ല എന്ന് ജെറുസലേമിലെ സഭാ അധികാരികൾ നേരത്തെ തീരുമാനിച്ചിരുന്നു. 75 വയസ്സായ സ്ത്രീയെയും അവരുടെ 13ഉം 5ഉം വയസ്സുള്ള 2 പേരക്കുട്ടികളെയും ക്രിസ്മസ് ദിനത്തിൽ ഇസ്ലാമിക ഭീകരർ കൊലപ്പെടുത്തിയതായി റിപ്പോർട്ട്. പടിഞ്ഞാറൻ ഉഗാണ്ടയിൽ നിന്നുള്ള എഡ്രിൻ എൻഗാബിസയെയും പേരക്കുട്ടികളുമാണ് കൊല്ലപ്പെട്ടത്. ഇവരുടെ മകൻ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട മറ്റൊരാളെ മറവ് ചെയ്യുന്നതിന് പോയ സമയത്താണ് കൊലപാതകം നടന്നത്. ഡിസംബറിൽ തന്നെ ഇതേ ഗ്രാമത്തിൽ ക്രൈസ്തവർക്ക് നേരെ നടന്ന ആക്രമണത്തിൽ 10 പേർ കൊല്ലപ്പെട്ടിരുന്നു. 12ാം വയസ്സിൽ രക്താർബുദം മൂലം ഈ ലോകത്തോട് യാത്ര പറഞ്ഞ ചാർലിൻ മേരി റിച്ചാർഡ് എന്ന പെൺകുട്ടിയുടെ നാമകരണ നടപടികൾ ആരംഭിക്കുന്നതായി ലൂസിയാന രൂപത. വിദ്യാർത്ഥിനിയും അത്ലറ്റുമായ ചാർലിൻ ദി ലിറ്റിൽ കാജൂൻ സെയിൻസ് എന്നാണ് അറിയപ്പെടുന്നത്. രോഗബാധിതയായ സമയത്ത് വിശുദ്ധ കൊച്ചുത്രേസ്യയുടെ പുസ്തകം വായിക്കാനിടയായ ചാർലിൻ തനിക്കും വിശുദ്ധയാകാൻ കഴിയുമോ എന്ന് ഇടയ്ക്കിടെ മുത്തശ്ശിയോട് ചോദിക്കുമായിരുന്നു. 1959 ഓഗസ്റ്റ് 11-ന് നിത്യസമ്മാനത്തിനായി വിളിക്കപ്പെട്ട ശേഷം അവളുടെ മധ്യസ്ഥതയിൽ നിരവധി അത്ഭുതങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. മലങ്കര കത്തോലിക്ക സഭ പൂനെ കട്കി രൂപതയുടെ നിയുക്ത മെത്രാൻ മോൺസിഞ്ഞോർ മത്തായി കടവിൽ OICയുടെ റമ്പാൻ സ്ഥാനാരോഹണം നാളെ നടക്കും. മാതൃ ഇടവകയായ പൂത്രക സെന്റ് ജെയിംസ് മലങ്കര കത്തോലിക്ക ഇടവകയിൽ നടക്കുന്ന തിരുക്കർമ്മങ്ങൾക്ക് മേജർ ആർച്ച് ബിഷപ്പ് കർദിനാൾ ബസേലിയസ് ക്ലീമിസ് കാതോലിക്ക ബാവ മുഖ്യ കാർമ്മികത്വം വഹിക്കും. സഭയിലെ മറ്റ് ബിഷപ്പുമാർ സഹകാർമ്മികരായിരിക്കും. അറിയപ്പെടുന്ന ദൈവശാസ്ത്രജ്ഞനും 10ലധികം ഗ്രന്ഥങ്ങളുടെ രചയിതാവും അനേകം ദേശീയ അന്തർദേശീയ പ്രസിദ്ധീകരണങ്ങളിൽ ഈടുറ്റ ലേഖനങ്ങളുടെ കർത്താവുമാണ് മോൺസിഞ്ഞോർ മത്തായി കടവിൽ. 2009 മുതൽ 2015 വരെ ബദനി നവജ്യോതി പ്രൊവിൻസിന്റെ സുപ്പീരിയറായി സേവനമനുഷ്ഠിച്ച അദ്ദേഹം 2021 മുതൽ ബദനി മിശിഹാനുകരണ സന്യാസ സമൂഹത്തിന്റെ സുപ്പീരിയർ ജനറൽ കൂടിയായിരുന്നു. സത്യസഭയെ അനുദിനം അറിയുവാൻ, സഭയെ സ്നേഹിക്കാൻ സൺഡേ ശാലോം യൂട്യൂബ് ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.